ബഹുമാനപ്പെട്ട സൂപ്പി പാപ്പ അവിടെ നിലത്ത് മറ്റേ പായാണ്, ഓലപ്പായിൽ ഇങ്ങോട്ട് കിടന്നു, കാലിങ്ങനെ പൊന്തിച്ച് കിടന്നു. ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. ഉപ്പാപ്പൻ്റെ നേരെ ചാര അവിടെ ഇരുന്നു. എന്തപ്പം എൻ്റെ മുഖത്തിങ്ങനെ നോക്കി പറയാ, കയ്യിൽ പൈസയില്ല അല്ലേ എന്ന് പറഞ്ഞു. ചെറുകയാണ്. എന്നിട്ട് പായന്റെ അടിയിലേക്ക് ഇങ്ങോട്ട് കൈയിട്ട്, ഷോനെ പായന്റെ അടിയിലേക്ക് കൈയിട്ടിട്ട് ഒരു പിടി നോട്ട് ഇങ്ങോട്ട് എടുത്ത് ഇതാ പിടിച്ചോളിന്ന്. ഇതെവിടുന്ന പൈസ വന്ന് ആർക്കുണ്ടോ ഓർമ്മ? പായന്റെ അടിയിൽ നിന്ന് പൈസ എടുത്ത് ഒരു പിടി ഇങ്ങോട്ട് എടുത്ത് പിടിച്ചോളിയും, നിങ്ങൾക്ക് പൈസക്ക് ആവശ്യമുണ്ട്. ബഹുമാനപ്പെട്ട കൽപ്പറ്റ സൂഫി വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഏറെ വലിയ കറാമത്തുകൾ കാണിച്ച മഹാൻ, അതോടൊപ്പം തന്നെ ദുനിയാവിൻ്റെ ഒരു ബന്ധവുമില്ലാതെ ദുനിയാ അഖല്ലു മിനൽ ഖലീലി വഅശിഖുഹാ അദല്ലു മിനൽ ദലീലി. ആ ദുനിയാവിൻ്റെ ഒരു ബന്ധവുമില്ലാതെ ജീവിച്ചാണ്. കാപ്പി കുടിക്കൂ, കട്ടൻ ചായ, കാപ്പി. ഷെയ്ഖുനെ പോലെ തന്നെ പൂള പുഴുങ്ങിയതും മത്തിക്കറിയൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് മൊഹീബുകൾ അങ്ങനെ ബർക്കത്ത് നേടിയിട്ടുണ്ട്. ആ സൂഫി പാപ്പനെ കാണാൻ വല്ലാത്തൊരാഗ്രഹമായിരുന്നു. ചെറുപ്പത്തിലേ അങ്ങനെ കേട്ടു. അന്ന് ഞാൻ പിന്നെ കൊടുവള്ളി അധികാരിൻ്റെ പള്ളിയിൽ വന്ന സമയം, സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, ദർശന സ്കൂളിൽ പോകലാണ്. അങ്ങനെ ഉപ്പാപ്പനെ കാണാൻ വല്ലാത്തൊരു പൂതി. അങ്ങനെ പൂതി വെച്ചു. അങ്ങനെയാണ് കോരങ്ങാട്ടേക്ക് ഉപ്പാപ്പ വന്നുള്ള വിവരം കിട്ടിയത്. ആ സൂഫി പാപ്പനെ കാണാൻ വേണ്ടിയിട്ട് മാഷാ അല്ലാഹ് കോരങ്ങാട് പോയ സംഭവം എൻ്റെ പ്രഭാഷണത്തിലൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ബർക്കത്തിന് വേണ്ടി അങ്ങ് പറയാം. അങ്ങനെ സൂഫി പാപ്പനെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു. ഞാൻ എങ്ങോട്ട് പോകുമ്പോഴും സിഎം പ്രധാനത്തൊക്കെ പോകുമ്പോഴൊക്കെ ഉമ്മാൻ്റെ സമ്മതവും ഉമ്മാൻ്റെ കുരുത്തവും പൊരുത്തവും അപ്പൻ്റെവും വാങ്ങിയിട്ട് പോവാറുള്ളൂ. അപ്പോൾ ഉമ്മനോട് പറഞ്ഞു, ഉമ്മച്ചി എനിക്ക് ബഹുമാനപ്പെട്ട സൂഫി പാപ്പ ഇവിടെ കോരങ്ങാട് വന്നിക്കണം, ഒന്ന് പോയി കാണാൻ വല്ലാത്തൊരു ബുദ്ധിയുണ്ട്. ഉമ്മച്ചി സമ്മതവും വേണോ ബസ്സിനൂലിയും വേണോ? അന്നൊക്കെ ദാരിദ്ര്യരേഖൻ്റെ ചോടാണ്, കുറേ ചോടാണ്, പൈസ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉമ്മച്ചി വേഗം മാഷാ അല്ലാഹ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഉമ്മച്ചി പൈസ എടുത്തെന്ന്. അപ്പം വാവാടുന്ന് കോരങ്ങാട്ടേക്ക് പോകണമെങ്കിൽ താമരശ്ശേരിക്ക് കയറണം 1 റുപ്യ, അവിടെ നിന്ന് കോരങ്ങാട്ടേക്ക് 1 രൂപ. അപ്പോൾ 2 രൂപ അങ്ങോട്ട്, 2 രൂപ ഇങ്ങോട്ടും, 2 + 2 = 4 രൂപയും കൈ പിടിച്ചാണ് ജീവിതത്തിൽ ആദ്യമായി മഹാനായ ശൈഖുന കൽപ്പറ്റ സൂഫി പാപ്പനെ കാണാം. അങ്ങനെ പോയി അവിടെ ചെല്ലുക. കോരങ്ങാട് ബസ് ഇറങ്ങിയപ്പോൾ 2 രൂപ കയ്യിലുണ്ട്. ജീവിതത്തിൽ ആദ്യം പഠിച്ചു ഉപ്പാപ്പ ആരാണെന്നോ മഹാനാണെന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ മറ്റൊന്നും ഓർമ്മയില്ല. നേരെ ഉപ്പാപ്പ താമസിക്കുന്ന കോരങ്ങാട് വീട്ടിലേക്ക് ഞാൻ ചെല്ലുകയാണ്. കയ്യിൽ 2 റുപ്യയുള്ളൂ, തിരിച്ചു വരാനുള്ള പൈസയുള്ളൂ, ചായ കുടിക്കാൻ എക്സ്ട്രാ പൈസ അല്ല. അങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോൾ സൂഫി പാപ്പ കണ്ടവർക്കറിയാലോ, വലിയ വെളുവെളുത്ത നല്ല തലമുടി, നീണ്ട തലമുടി, നീണ്ട താടി, വെളുവെളുത്ത താടി, മെലിഞ്ഞിട്ട് വെളുത്തൊരു മനുഷ്യൻ, മുഖം വല്ലാത്തൊരു പ്രകാശം. അങ്ങോട്ടും എല്ലാം അങ്ങോട്ട് ചെന്ന് അസ്സലാമു അലൈക്കും എന്നെ നോക്കിയിട്ട് ഇങ്ങനെ വഅലൈക്കും അസ്സലാം, ആ 2 രൂപ ഇങ്ങ് തരുമോ? വഅലൈക്കും അസ്സലാം, ആ 2 രൂപ ഇങ്ങ് തരുമോ? ചിരിച്ചാ പറയുന്നു. ഇത് വല്ലാത്ത ലോകം തന്നെയാണല്ലോ. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറൗൻ നാദിറൂന. അറിഞ്ഞല്ലോ 2 രൂപ ചോദിച്ചല്ലേ, കൊടുക്കണ്ടേ? വേഗം കീശ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക. അത് വാങ്ങുമ്പോൾ ഇങ്ങനെ ചിരിച്ചാൽ വളരെ രസം, വല്ലാത്തൊരു ചെറി. അത് ഞാൻ വേഗം എടുത്ത് കൊടുത്ത്. അന്നെൻ്റെ പ്രായം 9ാം ക്ലാസ് സ്കൂളിൽ ഞാനാ പഠിച്ചത്. മകൻ ഇരിക്കുമെന്ന് പറഞ്ഞോട്ട് അവിടെ നിലത്ത് പായിട്ട് നമ്മളെ ഓലപ്പായ, പഴയ ഓലപ്പായി. ഞാൻ ഇരുന്നില്ല, മെല്ലെ ഇങ്ങനെ മാറി നിന്ന്. അങ്ങനെ പിന്നെ ഹാലൊക്കെ മാറി, പിന്നെ അത് സംസാരമൊന്നുമില്ല, പിന്നെ ഇങ്ങനെ നടന്ന് കളിക്കുകയാണ്. നല്ല നടത്തോ. അങ്ങനെ പിന്നെ ഒരാൾ വന്നിട്ട് തുണിയെ കുടിപ്പിച്ച് തുണി അങ്ങ് വലിച്ചെറിഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു, മോനെ അതാ പോകുന്ന ആജ്യയുടെ റൂഹ് അതാ പോകുന്നെന്ന് പറഞ്ഞു മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നെ അങ്ങോട്ട് കയറി വന്നു. അപ്പം മഗ്‌രിബിൻ്റെ സമയമാകുകയാണ്. ഞാനിങ്ങനെ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് 2 റുപ്യ വസൂലി ഇപ്പം മാടിച്ചല്ലോ, എനിക്ക് തിരിച്ചു പോകണമെങ്കിൽ വസൂലി അന്നില്ല, പിന്നെ ഞാൻ നടന്നു പോകണം. ഇരിക്കട്ടെ, കുഴപ്പമില്ല, അന്ന് മുത്താലിമാണ്, നടന്നു പോകണമല്ലോ. അപ്പോൾ സമ്മതം വാങ്ങിയ മാരിന് ഇപ്പോൾ കഴിച്ചിലാണെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉപ്പാപ്പ പറഞ്ഞു, മോനെ മോളോട് പറഞ്ഞു, മോളെ കാബ കൊണ്ടുവന്ന് പറഞ്ഞു. അകത്തേക്ക് പറഞ്ഞു.
അങ്ങനെ മോളാത്തുനിന്ന് കാവ കൊണ്ട് കൊടുത്ത് ഒരു ഗ്ലാസ് കൊണ്ടുവന്നു. ഒരു ഗ്ലാസ്സിൽ കാവ ഇങ്ങനെ കറക്റ്റാക്കി ഇങ്ങനെ ഉപ്പാപ്പ പിടിച്ചിട്ട് കറക്റ്റാക്കി എന്നോട് പറയാം, മോനെ കുടിക്കുന്നു പറഞ്ഞു. ഞാൻ ആ കാവ കൊണ്ട് വാങ്ങി, അവിടെ ഇത് കുടിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ കുടിച്ചു കഴിഞ്ഞു. മാഷാ അല്ലാഹ്. അതും കൂടെ കുടിക്കലോട് കൂടെ പിന്നെ ഇഷ്കിന്റെ ലോകമാണ്. മുത്തൊള്ളി മുഹമ്മദന്റെ മുമ്പിരുന്ന സിറട, മുത്തിലുള്ള പത്തെടുത്ത് മുക്തി കൊള്ളട, മുക്തിമാൻകളൊക്കെയും പുടം കുടിക്കും കള്ളട, പൊള്ളിലായിലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ ഇഷ്കിന്റെ വരികൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ വരിക. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കുകയാണ്. മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പപ്പോ ഞാൻ പോകട്ടെ എന്ന് വെച്ചു. മോന് പോകാനായിട്ടില്ല, ഞാൻ പറയുമെന്ന് പറഞ്ഞു. മഗ്‌രിബിന്റെ സമയമായി, ഇരുളും ഇങ്ങനെ മൂടുകയാണ്. നടന്നു പോകണോ, റസനൂരില്ല, അതൊക്കെ മനസ്സിലിങ്ങനെ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുകയാണ്. മാഷാ അല്ലാഹ്, കുഴപ്പമില്ല, ഒരു മഹാന്റെ ചാരയല്ലേ. അല്പസമയം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സൂപ്പി പാപ്പ അവിടെ നിലത്ത് മറ്റേ പായാണ്, ഓലപ്പായിൽ ഇങ്ങോട്ട് കിടന്നു, കാലിങ്ങനെ പൊന്തിച്ച് കിടന്നു. ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. ഉപ്പാപ്പൻ്റെ നേരെ ചാര അവിടെ ഇരുന്നു. എന്തപ്പം എൻ്റെ മുഖത്തിങ്ങനെ നോക്കി പറയാ, കയ്യിൽ പൈസയില്ല അല്ലേ എന്ന് പറഞ്ഞു. ചെറുകയാണ്. എന്നിട്ട് പായന്റെ അടിയിലേക്ക് ഇങ്ങോട്ട് കൈയിട്ട്, ഷോനെ പായന്റെ അടിയിലേക്ക് കൈയിട്ടിട്ട് ഒരു പിടി നോട്ട് ഇങ്ങോട്ട് എടുത്ത് ഇതാ പിടിച്ചോളിന്ന്. ഇതെവിടുന്ന പൈസ വന്ന് ആർക്കുണ്ടോ ഓർമ്മ? പായൻ്റെ അടിയിൽ നിന്ന് പൈസ എടുത്ത് ഒരു പിടി ഇങ്ങോട്ട് എടുത്ത് പിടിച്ചോളിയും, നിങ്ങൾക്ക് പൈസക്ക് ആവശ്യമുണ്ട്. അന്ന് കിതാബ് വാനൊക്കെ പൈസൻ്റെ സമയമാണ്, വേണ്ടിയ സമയമാണ്. പൈസ ഇങ്ങോട്ട് വാങ്ങി, ഒരു കെട്ട് കിട്ടിയല്ലോ. മാഷാ അല്ലാഹ്. മോനെ ഇനി എന്താ മോന് വേണ്ടതെന്ന് വെച്ചെന്നോട്, ഇനി എന്ത് വേണം, ഇനി എന്ത് വേണമെന്നൊരു മഹാൻ ചോദിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം പറയും. ഞാൻ പറഞ്ഞു, അപ്പോൾ ദുനിയാവിലാണ് അള്ളാഹ് പൊരുത്തപ്പെടുന്ന അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ കൂട്ടത്തിൽ എന്ത് പെട്ട് കിട്ടണം. അപ്പോൾ ഷെയ്ഖുന സിയമിലുള്ള തടവികൾ പോലെ തന്നെ വലതുഭാഗത്ത് ഇങ്ങനെ തടവി, മോൻ ഉഷാറാവും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ തടവി തന്നു, ദുആ ചെയ്തു വന്നു. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ ഔലിയാക്കളുടെ ലോകത്ത് ഒരു വിഭാഗം എപ്പോഴും കാഴ്ചയിൽ നമുക്ക് അവർ ചെയ്യും തെറ്റാണെന്ന് തോന്നിയാലും അതിൻ്റെ പിന്നിൽ ഒരുപാട് അസ്റാറുകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അർഹമുർ-റഹീമായ റബ്ബേ, അതിൽ ഷെയ്ഖുന സിയം വലിയുല്ലാഹി ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ട ഒരു ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാ ഹൈറും ബർക്കത്തേറ്റ് തരട്ടെ. ഇനിയിപ്പോൾ അത് നമ്മൾ വഫാത്തിന് ശേഷം ഹയാത്ത് കാലത്തുടനീളം എല്ലാ മഹല്ലുകളിൽ ചെന്നാലും ഓരോരുത്തർ പരിചയപ്പെടുമ്പോൾ ഷെയ്ഖുനാനെ ബന്ധപ്പെട്ടവരും അവരുടെ വിശേഷണങ്ങളും അവിടെ കറാമത്തുകളും പറയുന്നവരാണ്. എവിടെ ചെന്നാലും അവിടുത്തെ ഇത്രയേറെ ഒരു മഹാൻ ഫേമസ് ആയത് എന്തുകൊണ്ടാണ്? റബീഉൽ അവ്വൽ നമ്മൾ റസൂലുള്ളാഹിന്റെ മൗലിദ് ഇങ്ങനെ ഓതുന്നു. ശവ്വാൽ മാസം വരുമ്പോൾ മുഴുവൻ പ്രഭാഷകന്മാർക്കും എഴുത്തുകാർക്കും ചിന്തകന്മാർക്കും എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും എവിടെ നോക്കിയാലും സിയം വലിയുല്ലാഹി അനുസ്മരണം, സിയം വലിയുല്ലാഹി അനുസ്മരണം. ഷെയ്ഖുനാന്റെ ഉറൂസ് കഴിച്ചിട്ട് ഒരുപാട് മഹല്ലുകൾ ഇങ്ങനെ നടന്നു പോകുന്നു. ഇത്രയും വലിയൊരു സന്തോഷകരമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ. അപ്പോൾ അവിടുത്തെ കുടുംബങ്ങളോ, ആ കുടുംബത്തിൻ്റെ സവിശേഷത വല്ലാത്തൊരു പവർ തന്നെ. ഷെയ്ഖുന സിയം വലിയുല്ലാഹിയുടെ വീട്ടിൽ വെച്ചല്ലേ എന്ന് പറയുന്നത്. വലിയ ആബിദീങ്ങളും ആരിഫീങ്ങളും തലോടലുകളേറ്റ് വളർന്ന മക്കളാണ് ഈ മക്കളൊക്കെയും. ധാരാളം മഹാന്മാരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയായി മാറാൻ ഈ മടവൂരിന്റെ മണ്ണിന് സാക്ഷിയാവാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന, അവിടുത്തെ ബാപ്പ, അവരൊക്കെ ബർക്കത്തല്ലേ ഇത്? ചില്ലറ പവറാണോ ഇത്? അപ്പോൾ ആരിഫീങ്ങളുമായുള്ള ഇടപഴകലൊക്കെ വലിയ സന്തോഷം തന്നെയാണ്. അപ്പോൾ മഹാന്മാരെ മദ്ഹുകൾ ഇങ്ങനെ പറഞ്ഞ് അത് കുട്ടികളിങ്ങനെ കേട്ട് കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണോ, അതിലൂടെ നമ്മുടെ മക്കളെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. റഹ്മുർ-റഹീമായ റബ്ബ് നമുക്ക് അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ, ഈമാനും തഖ്വയും അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ.